എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡ്രാക്കുളയെ പറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രാക്കുളയുടെ കഥകൾ, സിനിമാസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എനിക്ക് തോന്നുന്നു കഥകളിൽ തന്നെ ബ്രോം സ്റ്റോക്കർ ഡ്രാക്കുള എന്നൊരു കഥ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് വായിച്ച് കാണും. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. വായനയുടെ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെയൊക്കെ സംഭവം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഡ്രാക്കുള യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് ഇപ്പം ഒരു 1856-57 കാലഘട്ടത്തിലാണ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ സംഭവം നടക്കുന്നതെന്ന് തോന്നുന്നു ഡ്രാക്കുളയുടെ കഥയെ പറ്റി. അപ്പോൾ ഡ്രാക്ക് മൂന്നാമൻ എന്നൊരു വ്യക്തി മരണപ്പെടുന്നു. തുടർന്നാണ് ഇങ്ങനെ യാദൃശ്ചികമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ബ്ലാദ് അങ്ങനെ എന്തോ വേറൊരു പേരിലും ഈ ഡ്രാക്ക് മൂന്നാമൻ അറിയപ്പെടുന്നുണ്ട് നിലവിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. ഓക്കെ, അപ്പം ക്രിസ്ത്യൻ പുരോഹിതനാണ്. ഇദ്ദേഹം മരണപ്പെട്ട ശേഷം ക്രിസ്ത്യൻ ആചാരങ്ങൾ പ്രകാരം തന്നെ കൊട്ടാരത്തിൽ ഇദ്ദേഹത്തിനെ മറവ് ചെയ്യുകയാണ്. മറവ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടിൽ മായ ചില സംഭവങ്ങൾ നടക്കുന്നു. അത് ഒരുപാട് പേര് മരിക്കുന്നു. രാത്രിയിൽ പലരും പേടിച്ച് പല സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ മരിച്ചവരുടെ കഴുത്തിലൊക്കെ പല്ലിൻ്റെ 2 അടയാളങ്ങളൊക്കെ വരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു കഥ വരുന്നത്. അപ്പം ഡ്രാക്കുള എന്ന വ്യക്തി യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, എല്ലാവരും ഇമാജിനേഷൻ വെച്ച് പറയുകയാണെങ്കിൽ പോലും രക്തം കുടിക്കുന്ന ഒരു വ്യക്തി, രക്തരാക്ഷസ് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. രക്തം കുടിക്കുന്നു, കഴുത്തിലൊക്കെ കടിച്ച് രക്തം കുടിക്കുന്നു. നിങ്ങളൊക്കെ സിനിമയിലൊക്കെ കണ്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ കടിച്ചവരൊക്കെ എന്താവും ഇതുപോലെ രക്തരാക്ഷസായി മാറുന്നു. അപ്പോൾ ചോര കുടിക്കുന്ന ഒരു രാക്ഷസിൻ്റെ കഥയാണ് ഡ്രാക്കുള എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇത് റിയാലിറ്റി ആണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ ഒരു തീരുമാനം പോലെ ഇരിക്കും. ഡ്രാക്ക് എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഡ്രാക്കുള എന്ന നിലയിൽ സാങ്കല്പികമായി എഴുതിയതാകാം. പക്ഷേ പല സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു കൊട്ടാരം റൊമാനിയയിലെ ഏതൊരു മലയോട് ചേർന്നിട്ടാണ് ഡ്രാക്കുളയുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രോം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന കഥയൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു കഥ തന്നെയാണ് അതിലുള്ളത്. പിന്നെ ഒരുപാട് കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും നോക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോ. വീഡിയോക്ക് ലൈക്കും കൂടി ഒന്ന് തന്നാൽ അത്രയും സന്തോഷം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കണം. ഇനി ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളും ചെയ്യാതിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് റെഡി ആക്കാം, ഒക്കെ സെറ്റാക്കി നമുക്ക് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.